തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇത്രയും നാളെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് നന്ദി പറയേണ്ടതും നിങ്ങൾക്ക് സോറി പറയേണ്ട ആൾക്കാരുടെ പേരുകൾ പറയാനാണ് പറയുന്നത്. രണ്ടുപേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ആദിലയുടെ കാര്യം പറയാം. ആദില വന്ന് തിരഞ്ഞെടുക്കുന്നത് നന്ദി പറയുന്നത് ആരോടാണെന്നറിയാമോ? അനുമോളോടാണ് പറയുന്നത്. എങ്ങനെയാണ് നന്ദി പറയുന്നതെന്ന് കേൾക്കണ്ടേ? കുത്തിക്കൊണ്ടാണ് അനുമോളോട് നന്ദി പറയുന്നത്. നല്ല ശരിക്കും അനുമോൾ അതിനകത്ത് ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആദില നന്ദി പ്രകടിപ്പിക്കുന്നത്. കാരണം പിന്നെ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ പിന്നാലെ നടന്ന് ചെന്ന് ആ അയാളോട്ട് മിണ്ടരുത് എന്ന് അനുമോള് പഠിപ്പിച്ചു എന്ന് പറയുന്നു. മറ്റുള്ളവരെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ അനുമോള് പഠിപ്പിച്ചു എന്ന് പറയുന്നു. അതിനൊക്കെ തന്നെ ആര്യനും നമ്മുടെ നൂറയുടെ വയറ്റിൽ നോക്കി നമ്മൾ ഒരു വിഷയം ഉണ്ടായല്ലോ, ആ വിഷയത്തിൽ ആര്യനെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി ഒരു കരഞ്ഞൊരു നാടകമൊക്കെ കാണിച്ചിട്ട് സോറി ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അനുമോള് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പിണങ്ങിയിരുന്നത്. അതേ കണക്ക് തന്നെ കാറിനകത്തിരിക്കുന്ന സമയത്ത് ഇവള് പിന്നെ നൂറയുടെ അടുത്ത് ഇങ്ങനെ ആര്യനിരുന്നപ്പം ഈ ആതിര പുറകിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അത് എപ്പിസോഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്നിട്ട് പറയുന്നു ആ കാറിനകത്തിരുന്ന് അനുമോള് പറഞ്ഞു നരമ്പനാണെന്ന് വെച്ചാൽ അനുമോള് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് തെറ്റിദ്ധരിച്ചതെന്ന് പറയുന്നത്. ഇതിനൊക്കെ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് സോറി പറയുന്നു. എന്നിട്ട് അനുമോളാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഞാൻ മാനിപ്പുലേറ്റ് ആവുമെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് അനുമോളാണെന്ന് പറയുന്നു. അക്ബറുമായിട്ട് പിണങ്ങാൻ സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ അനുമോളാണെന്നും പറയുന്നു. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം അനുമോളാണ് ചെയ്തതെന്നും അനുമോള് കൂടെ നിന്ന് ചെയ്യിപ്പിച്ചാണെന്നങ്ങ് മാറ്റി തീർത്തിരിക്കുകയാണിത്. എന്താണ് രാവിലെ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. ആദിലെ നിന്ന് ഇങ്ങനൊരു പ്രകടനം ഉണ്ടാവുമെന്ന് അനുമോൾക്കെതിരെ.